ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 100 മേനിയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂലൈ 19 ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമ്മൾ പല രീതിയിലുള്ള ഉപമകൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ വചനവിചിന്തനത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു പ്രത്യേക ഉപമയാണ്. അതായത് ഒരാൾ നല്ല നിലത്ത് നല്ല വിത്ത് വിതയ്ക്കുന്നു. പക്ഷേ അയാൾ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് മോശമായ കള അതിൻ്റെ ഉള്ളിൽ വിതയ്ക്കുന്നു. ഏറ്റവും അവസാനം ഇത് തിരിച്ചറിയുന്ന, ഒരുമിച്ച് വളരുന്ന സമയത്ത് കള വിതച്ചു എന്നറിയുമ്പോൾ ഭൃത്യന്മാരെന്ന് യജമാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ കളലെടുത്ത് മാറ്റട്ടെ. അപ്പോൾ യജമാനൻ പറയുകയാണ്, വേണ്ട, അങ്ങനെ ചെയ്താൽ വിളകളും അതോടൊപ്പം നഷ്ടമാകും. അവസാന സമയത്ത് നമുക്ക് കളകളെ നേരിടാമെന്ന്, അതെടുത്ത് കത്തിച്ച് കളയാമെന്ന്, നശിപ്പിച്ച് കളയാമെന്ന് നമ്മളൊരു ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ എന്താണ് ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈശോ ഇന്നത്തെ സുവിശേഷത്തിലെ ഈ ഉപമകൾ പറയുമ്പോൾ അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള ചില പ്രത്യേക രീതികൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് യഹൂദരുടെ നേതാക്കന്മാർ, റബ്ബികൾ എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതന്മാർ, അവർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ 2 രീതിയിലുള്ള രീതിയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രീതി ഒന്ന് മഷാൽ എന്നുള്ള രീതിയാണ്. എന്താണ് മഷാൽ? മഷാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗഹനമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി ഒരു സാധാരണ കഥ ഉപയോഗിക്കുന്നു. ഒരു സാധാരണ കഥയിലൂടെ ഒരു വലിയ ഉൾക്കാഴ്ച പങ്കുവയ്ക്കുന്നു. രണ്ടാമത്തെ ആ മഷാൽ എന്ന ആ രീതിക്ക് മറ്റൊരു വശം കൂടിയുണ്ട്, അത് നിമിഷാലാണ്. എന്താണിത്? ആ കഥയിലൂടെ ആ ഗഹനമായ വിഷയം സിമ്പിളായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം അത് ജീവിതവുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന യഹൂദ റബ്ബികളുടെ അല്ലെങ്കിൽ യഹൂദ ഗുരുക്കന്മാരുടെ ഒരു രീതിയാണ് നിമിഷാൽ എന്നാൽ. അവരുടെ ജീവിതത്തിലെ അനന്തര ജീവിതവുമായിട്ട് ഈ പറഞ്ഞ ഉപമ, ഗഹനമായ ഒരു വിഷയം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ആ ഒരു രീതി തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈശോ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ആഴ്ചകളിൽ നമ്മൾ സംസാരിക്കുന്നത് വിത്തിൻ്റെയും വിതക്കാരൻ്റെയും ഉപമകളിലൂടെയൊക്കെ തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ അത് തന്നെയാണ് പ്രത്യേകമായിട്ട് ഈശോ പറയുന്നത്. നന്മയുടെയും തിന്മയുടെയും വിത്തുകൾ ഒരുമിച്ച് വളരുന്നൊരവസ്ഥ. ഈ കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന അന്നത്തെ യഹൂദ കർഷകർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഗോതമ്പിൻ്റെ ചെടിക്കും കാട്ടുപുല്ലിൻ്റെ ചെടിക്കും ഒരുപോലെ തന്നെയാണ് ഏകദേശ രൂപം. അതിന് പ്രത്യേകമായിട്ട് ഒരു വാക്ക് അവർ ഗ്രീക്ക് ഭാഷകളിൽ ഉപയോഗിക്കുന്നു, സിത്തോസ്. സിത്തോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിത്ത് നൽകുന്ന നല്ല ചെടി. എന്നാൽ സിസാനിയോൺ എന്ന മറ്റൊരു ചെടികളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, മറ്റൊരു കളകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് 2 പ്രത്യേകത എന്ന് വെച്ചാൽ, സിത്തോസ് എന്നുള്ള ആ ഒരു ഫലം അത് നല്ലതാണ്, അത് മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ ഏതെങ്കിലും ഒരു വിളവിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ സിസാനിയോൺ എന്ന് വെച്ചാൽ അത് ഏകദേശം സിത്തോസിനെ പോലെ തന്നെ ഇരിക്കും, അതായത് ഗോതമ്പ് ചെടികൾക്കിടയിൽ വളരുന്ന കളകളെപ്പോലെ. എന്നാൽ സിസാനിയോൺ എന്ന ആ ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നത് ഏകദേശം ഒരുപോലെ തന്നെ, ഗോതമ്പിനോടൊപ്പം തന്നെ, ഗോതമ്പ് പോലെ തന്നെ വിളവ് പുറപ്പെടുവിക്കുന്ന ഒരു കള. പക്ഷെ ആ കള ഭക്ഷിച്ചാൽ ഒരു പക്ഷേ മരണം തന്നെ സംഭവിച്ചേക്കാം.
അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ജീവിതത്തിൽ കൂടെ വളരുമ്പോൾ സ്വർഗരാജ്യമാണോ വളരുന്നത്, തിന്മയാണോ ജീവിതത്തിൽ വളരുന്നതെന്ന് തിരിച്ചറിയുക. ഒരു തിരിച്ചറിവിൻ്റെ സുവിശേഷമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത്. ജാഗരൂകതയോട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ അലസത മൂലം നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടില്ലേ? നന്മ ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ചില തിന്മയുടെ തഴക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരുന്നുണ്ടോ? ഒ.എൻ.വി.കുറുപ്പിൻ്റെ ഒരു പ്രശസ്തമായ വരികൾ ഇപ്രകാരമാണ്: നന്മയുടെ വിത്ത് മുളക്കാത്ത മണ്ണിൽ തിന്മയുടെ കാട് വളരുമെന്ന്. നന്മയുടെ വിത്ത് മുളക്കാത്ത മണ്ണിൽ തിന്മയുടെ കാട് വളരുമെന്ന്. പ്രിയമുള്ളവരെ, ചിലപ്പോഴെല്ലാം ജീവിതത്തിൽ നന്മയെ ഞെരുക്കി കളയുന്ന രീതിയിലുള്ള ചില കാടുകൾ വളർന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സുവിശേഷത്തിൽ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദൃപ്യന്മാർ വന്ന് യജമാനോട് പറയുകയാണ്, നീ നല്ല വിത്ത് വിതച്ചിട്ടും അവിടെ കള വളരുന്നുണ്ട്, അത് എടുത്തു കളയട്ടെ. അപ്പോൾ യജമാനൻ പറയുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുക, വെയിറ്റ്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ എടുത്തുചാട്ടം എന്നുള്ളത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെക്കുറിച്ച് വളരെ വ്യക്തമായ ചില പദ്ധതികളുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ ചാടിക്കേറി, തിന്മയ്ക്കെതിരായ ചില കാര്യങ്ങളാണെങ്കിൽ കൂടി എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡേഴ്സാണ്. നമുക്ക് ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് എത്രമാത്രം ടെൻഷനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൃദയത്തോട് എപ്പോഴും ഒരു തീയുണ്ട എടുത്ത് വെക്കുന്ന പോലെ കൊണ്ട് നടക്കുന്നത്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ അല്ല ഒരു ആധ്യാത്മികതയുടെ ലക്ഷണം. ഇവിടെ നോക്കുക, നിങ്ങൾ കളകൾ പറിച്ചു കളയാനുള്ള വ്യഗ്രതയിൽ ഒരു പക്ഷേ വിളകൾ കൂടി നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ഒരു നല്ല ആധ്യാത്മികതയുടെ ലക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ചാടിക്കയറിയതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഏറ്റവും ഒടുവിൽ ആ അഭിപ്രായത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണ്ടിയിരുന്ന ഒരു പരിതാപമായ ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷെ നമ്മൾ വീണു പോയേക്കാം. എടുത്തുചാട്ടം ഒഴിവാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം ഈ വചനഭാഗം നൽകുന്നത് എന്താണ്? നന്മ ചെയ്യാൻ വേണ്ടി ചില ആളുകൾ തയ്യാറാണ്, പക്ഷേ അവരെ പിന്നോട്ട് വലിക്കുന്നത് എന്താണ്? തിന്മ തഴച്ചു വളരുന്നതാണ്. ഇന്ന് സുവിശേഷം നമ്മൾ കണ്ടു, ഒരു യജമാനൻ നല്ലതാണ് ചെയ്യുന്നത്, പക്ഷേ അതിനോടൊപ്പം തന്നെ തിന്മ തനിച്ച് നമ്മൾ പോലും അറിയാതെ വളർന്നു വരുന്നൊരവസ്ഥ. ഇത് തന്നെയാണ് ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, അച്ചോ ഞാനായിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ഓഫീസിൽ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും കൈക്കൂലി മേടിക്കുമ്പോൾ മേടിക്കരുത് എന്ന ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുകയും ഈശോയുടെ അനുഗ്രഹം മേടിക്കുകയും ഈശോയോട് ചേർന്ന് വളർന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കൂടെയുള്ള ആളുകൾ കൈക്കൂലി മേടിക്കുമ്പോൾ, തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെ നിന്നില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ വലിയ അപകടങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് മാത്രം മൗനം സമ്മതമെന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഓർക്കുക, തിന്മയെ കണ്ടുകൊണ്ട് നല്ല വിത്തുകൾ അത് വളരാതിരിക്കുന്നില്ല. ദൈവികമായ ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ ഒരു കഥയുണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള കഥ. ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി നമുക്ക് ഒരു ഫെസ്റ്റിവൽ നടത്തണം, നമ്മുടെ ഗോത്രത്തിൻ്റെ ഫെസ്റ്റിവൽ നടത്തണം. അപ്പോൾ അതിന് ഒരുക്കമായിട്ട് ആ ഗ്രാമത്തിലെ തലവൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു വലിയ വീപ്പ് വെച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഈ ഗ്രാമത്തിലെ എല്ലാ വീട്ടിൽ നിന്നും ഓരോ കപ്പ് വൈൻ കൊണ്ടുവന്ന് അതിലൊഴിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള വൈൻ അതിൻ്റെ അകത്ത് സഫീഷ്യൻ്റായിട്ടുണ്ടാകും, പൂർണ്ണമായിട്ടുണ്ടാകും. നമുക്ക് അപ്രകാരം ചെയ്യാം. എന്നാൽ ഗ്രാമത്തിലുള്ള മറ്റുള്ളവർ കരുതി, ഏകദേശം ഒരു 10-100 കുടുംബങ്ങളുണ്ട്, അവരെല്ലാവരും ഓരോ കപ്പ് വെച്ച് വൈൻ കൊണ്ടൊന്നൊഴിക്കുമ്പോൾ അവർക്ക് ആവശ്യത്തിന് വൈനുണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈന് പകരം ഒരു കപ്പ് വെള്ളം കൊണ്ടുപോയി അതിലൊഴിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ അത് കാണാതെ പോകുമല്ലോ. പക്ഷേ അതുപോലെ ഒരുപാട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി,
ആ ഗ്രാമത്തിലെ കുറേ ആളുകൾ വയനിൽ നിന്ന് നാട്ടിന അവർ കൊണ്ടുവന്ന് പച്ചവെള്ളം ഒഴിച്ച് ആ വീപ്പ് നിറക്കാൻ ശ്രമിച്ചു. വൈകുന്നേരം ഗ്രാമത്തിൻ്റെ തലവൻ വന്ന് ആ വീഞ്ഞ് രുചിച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതലും വെള്ളം തന്നെയാണ്. ചില ആളുകൾ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എതിർപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്മ ചെയ്യുന്ന ചില ആളുകൾ അയ്യോ എനിക്കിവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം ഇതാണ്: നന്മ ചെയ്യുന്നതിന് തിന്മയുടെ വളർച്ച നമ്മളെ തടയരുത്. കാരണം നന്മ ശാശ്വതമായി നിലനിൽക്കുന്നതും എപ്പോഴും വിജയിക്കുന്നതുമാണ്. തിന്മ ചിലപ്പോഴെല്ലാം തഴച്ചു വളരുമെങ്കിലും അത് അവസാനം വേരറ്റ് തീയിലേക്ക് എറിയപ്പെടുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ സുവിശേഷം വായിച്ച് ധ്യാനിച്ചതിന് ശേഷം ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് പോലും എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം നന്മയും തിന്മയും പരസ്പരം വേരുപിടഞ്ഞു കിടക്കുന്ന ഒരു ജീവിതമാണോ എൻ്റേത്? ദൈവം നിന്നിലെ നന്മ വളർത്തുവാൻ തന്നിരിക്കുന്ന കൃപകൾ തിന്മയ്ക്ക് വേണ്ടി കൂടി നീ ഉപയോഗിക്കുന്നുണ്ടോ? നിന്റെ പദവി, നിന്റെ ശക്തി, നിന്റെ പണം, നിന്റെ സ്വാധീനം, നിനക്കുള്ള കഴിവുകൾ, ഇതെല്ലാം നീ തിന്മയെ പരിപോഷിപ്പിക്കുവാനാണോ അല്ലെങ്കിൽ സ്വർഗരാജ്യം വളർത്തുവാനാണോ നീ ഉപയോഗിക്കുന്നത്? വിചിന്തനത്തിന് വിധേയമാക്കുക. അതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും തിന്മയും നന്മയും വേരുപിടഞ്ഞ് കിടക്കുകയാണ് എങ്കിൽ നീ തന്നെ കളകൾ പിഴുതു മാറ്റുക. സമൃദ്ധിയുടെ നല്ല വിളവുകൾ നിന്നിൽ നിന്നുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.